അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോക്കാണ്. കുറേയായി ഹസ്ബൻഡിനോടൊന്ന് പുറത്ത് പോകാൻ പറയുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ടൈമും കാര്യങ്ങളും ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പുറത്ത് പോയിട്ടില്ല. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ടൈമായാലും നിക്കാഹിൻ്റെ ടൈമായാലും പുറത്ത് പോകാൻ പറഞ്ഞിട്ട് പുറത്ത് പോയിട്ടില്ല. അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് റെഡിയാവേ, ഒരു 5-6 മണിയായിട്ടുണ്ടാവും, റെഡിയാവും, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ കണ്ണൂർ ഫെയർ എക്സിബിഷൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം സ്നോലാൻഡ് തീമായിട്ടാണ് അവർ വന്നത്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻട്രിയും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. സ്നോലാൻഡ് തിയറി ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു ഊട്ടി കൊടൈക്കനാലെത്തിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പുകയും കാര്യങ്ങളൊന്നും ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും അങ്ങനെ ശരിക്കും കാണുന്നുണ്ടായിട്ടില്ല ഈ ഒരു വീഡിയോയിലാണ്. പിന്നെയും കുറച്ചും കൂടി ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് കുറച്ചും കൂടിയും ലൈറ്റും കാര്യങ്ങളും കാണുന്നത്. അല്ലാണ്ട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ അടുത്തുള്ള ആളൊന്നും അങ്ങനെ ശരിക്കും കാണുന്നേ ഉണ്ടായിട്ടില്ല. പാർക്കിങ്ങിലെങ്കിൽ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഉള്ളിൽ ഇഷ്ടംപോലെ ആളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ആൾ വളരെ കുറവാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ മൊത്തത്തിൽ റൈഡും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അടച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. 2-3 റൈഡ് മാത്രമേ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ ഗുഹയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കയറാൻ കഴിയും. പക്ഷെ ആരും അതിനെ ജസ്റ്റ് ഒന്ന് തൊടുന്നില്ലാണ്ട് ആരും ഒന്ന് കയറുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ലാസ്റ്റ് ഞാൻ KL ബ്രോ വിജുവിൻ്റെ ആ വീഡിയോസും കാര്യങ്ങളും കണ്ടതിന് ശേഷമാണ് അതിലൊക്കെ നമുക്ക് കയറാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ മോനെ നമ്മൾ ഇങ്ങനെ ഓരോന്നിലും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറ്റുന്ന വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ അവരെ മക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറ്റുന്നുണ്ട്. സെക്യൂരിറ്റി ചേട്ടൻ നമ്മളോട് പറഞ്ഞാൽ എല്ലാത്തിലും കയറാൻ പറ്റും, പക്ഷേ അങ്ങനെ പിടിച്ച് തൊടാനോ ഉന്താനോ ഒന്നും പാടില്ല. നമുക്കൊന്നും കയറാൻ കഴിയില്ല, അത് പിന്നെ കയറാൻ കഴിയില്ലല്ലോ, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർ ചെയ്തു വെച്ചതാണല്ലോ. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതിലെനിക്ക് ഈ ഒരു ലൈറ്റും കാര്യങ്ങളാണ് കുറച്ചൊരു രസമില്ലാണ്ട് തോന്നിയത്. നമ്മൾ ഈ ഫോട്ടോയും കാര്യങ്ങളും എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് വലിയ രസവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വീഡിയോയും ഫോട്ടോ ഒന്നും തീരെ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല ആ ഒരു പുകൻ്റെ ഇതുകൊണ്ട്. മോനെ ആദ്യം എല്ലാത്തിലും തൊടാനും കയറാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. തൊടുന്നില്ല, സൗണ്ടാക്കി ബാക്കോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിൽ കയറണം ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാൻ തുടങ്ങി. ഈ ഒരു ആനക്കുട്ടീനെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഏറ്റവും കാണാൻ വൃത്തി ആ ഒരു ആനക്കുട്ടിയാണ്. പിന്നെ ഈ ഒരു നീർനായ എല്ലാത്തിലും നമുക്ക് കയറാൻ പറ്റും, നമുക്കല്ല കുട്ടികൾക്ക് കയറാൻ പറ്റും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ നിലത്ത് കുറേ മറ്റേ തെർമോക്കോളിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വൈറ്റ് കളറിലാണ് ഉണ്ടായത്. പക്ഷെ എല്ലാവരും മഴ കാരണം ചളിയോടെ കയറി ചവിട്ടി ആയിപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ എടുത്തു കഴിഞ്ഞ് ഫോട്ടോ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന തന്നെ ഉണ്ടായിട്ടില്ല. ആ ഒരു തണുപ്പും കാര്യങ്ങളൊന്നും കുറച്ചും കൂടി ഇഷ്ടമായത്. ഈ പുകയൊന്നും വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് മെയിനായിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എടുക്കണം. പക്ഷെ അത് മര്യാദക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ഒരിത് വേണ്ട. ഈ ഒരു ലൈറ്റും കാര്യങ്ങളും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഭയങ്കര ഒരു ബോറായിട്ടാണ് തോന്നിയത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. കഴിഞ്ഞ തവണ അവതാർ തീമാണ് ഉണ്ടായത്. അതിൽ ഒന്നിനും നമുക്ക് തൊടാനോ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ദൂരത്തു നിന്നൊന്ന് കണ്ടിട്ട് പോകാൻ അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം കുട്ടികൾക്ക് എന്തായാലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാത്തിലും തൊടാനും കയറിയിരിക്കാനും നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാനും മൊത്തത്തിൽ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കുട്ടികൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. പെൻഗ്വിൻ, കരടി, ആന, അങ്ങനെ ഒട്ടുമിക്ക സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാത്തിലും കയറി ജസ്റ്റ് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ സ്വാഭാവികം ഏതെടുത്താലും 100 രൂപ, ഏതെടുത്താലും 20 രൂപ അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഡ്രസ്സും കാര്യങ്ങളും
അറിയാലോ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇപ്രാവശ്യം ബൈക്ക്, കാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫെയറിന് വന്നപ്പോൾ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ പിള്ളേരെ കൂട്ടി വന്നാൽ ഇവിടെ വന്നാൽ മുതലാവുകയേ ചെയ്യില്ല, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ മോനെന്തോ ഭാഗ്യത്തിന് അങ്ങനെ വേണം അങ്ങനെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടൊന്നുമില്ല. ഒന്നുമില്ല, അങ്ങനെ നോക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. നമ്മളെല്ലാം ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കണ്ട് അങ്ങനെ തൊടാനോ ആക്കാനോ ഒന്നും നിന്നിട്ടില്ല. പിന്നെ അവിടുന്ന് അച്ചാറൊക്കെ അവർ വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കങ്ങനെ ടേസ്റ്റ് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹസ്ബൻഡ് വേഗം മുന്നിൽ നടന്നുകൊണ്ട് ഞാനങ്ങനെ വേക്കലങ്ങനെ നടന്നുപോയി. ഞാൻ സാധാരണ അങ്ങനെ നടന്നു പോകാറില്ല, ഞാൻ എല്ലാം ടേസ്റ്റ് നോക്കിയിട്ടാണ് പോകാറ്. പിന്നെ അവിടുന്ന് നമുക്കൊരു പേപ്പർ തന്നിട്ടുണ്ട്, ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. എന്നിട്ട് ആ ഫ്രീ കണ്ടാൽ നമ്മൾ എവിടെയായാലും പേപ്പറായാലും നമ്മൾ വാങ്ങി കഴിയുമ്പോൾ പിടിക്കുമല്ലോ. പിന്നെ നമ്മളെല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞു. ഈ ഒരു സ്ഥലം ഫുൾ വെള്ളവും കാര്യങ്ങളാണ്, ഫുഡിൻ്റെ ഏരിയസും എല്ലായിടത്തും വെള്ളമാണ്. അധികം റൈഡും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പിള്ളേർ 2-3 റൈഡും കാര്യങ്ങളൊക്കെ ഓപ്പണാണ് ഇപ്രാവശ്യം. ബ്രേക്ക് ഡാൻസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഉണ്ടോയെന്നറിയില്ല, മൂടി വെച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല. എല്ലാം വെറൈറ്റി റൈഡാണ് ഉണ്ടായത്, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. ഞാനെങ്കിൽ ബ്രേക്ക് ഡാൻസ്, തോണി അങ്ങനത്തെ ഐറ്റംസിൽ കയറും. അല്ലാണ്ട് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള റൈഡിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഒന്നാമത് മഴ പെയ്തുകൊണ്ട് എനിക്ക് കയറാനോ നോക്കാനോ തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു റൈഡ് എന്ന് വെച്ചാൽ അവർ കയറുന്ന കണ്ടിട്ട് തന്നെ എനിക്ക് തലകറങ്ങുന്നുണ്ട്. അത്രയ്ക്കും ഹൈറ്റിലാണ് ഉണ്ടായത്. അവർ സലാത്ത് ദിക്റൊക്കെ ചൊല്ലുന്നത് നമുക്ക് താഴെ നിന്ന് കേൾക്കാൻ കഴിയും. അങ്ങനെ ഹൈറ്റിലാണ് ഇങ്ങനെ കറങ്ങുന്നത്. എനിക്ക് ഇതിലൊന്നും കയറാൻ തീരെ താല്പര്യമില്ല. ഞാൻ എല്ലാ തവണയും ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ വരും, പക്ഷെ എല്ലാം ഒന്ന് ചുറ്റിക്കാണും കഴിയും അത്രമാത്രം. നമ്മളിതുവരെ ഫെയറിന് വന്നിട്ട് ഞാനും ഹസ്ബൻഡും ഇതുവരെ ഒരു റൈഡിൽ, കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡിൻ്റെ ഫാമിലീൻ്റെ ഒപ്പം വന്നേരം ആകാശത്തൊട്ടയിൽ കയറിന്, അല്ലാണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പം വന്നിട്ട് ഇതുവരെ ഒരു റൈഡിലും കയറിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ട് കുറേയായി. ഇപ്പോൾ ചെരുപ്പ് ഇടുന്നിടങ്ങി എനിക്ക് ഷൂട്ട് പോകാൻ അത്ര വലിയ താല്പര്യം കാര്യങ്ങളില്ല. എനിക്ക് ചെരുപ്പിനോട് കുറച്ചും കൂടി ഇഷ്ടം. നമ്മളെ നാട്ടിൽ നിന്ന് 800 രൂപയ്ക്കും 700 രൂപയ്ക്കും വാങ്ങുന്ന ചെരുപ്പിനേക്കാൾ ആ പൈസേനെ കൊണ്ട് നമുക്ക് ഇവിടെ വന്നാൽ 3 ചെരുപ്പ് വാങ്ങാം. 3 അത്യാവശ്യം കാലം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. എല്ലാ രീതിയിലുള്ള എല്ലാ മോഡലിലുള്ള ചെരുപ്പും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് ചെരുപ്പാണ് ഞാൻ എടുക്കാൻ വിചാരിച്ചത്. ഞാൻ ഈ മുൻപെടുത്തത് ഈ സെയിം സാധനമാണ് ഞാൻ മുൻപെടുത്തത്. ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് ആ ഒരു പാറ്റേണിലുള്ള ഇതന്നെ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ സൈസ് എനിക്കത് ചെരുപ്പ് വലുതായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ മിക്ക ദിവസവും വന്നാൽ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ലോഡഡ് ഫ്രൈസ് വാങ്ങിച്ചാൽ അതിന് അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളുണ്ട്, നമുക്ക് തിന്നാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ മോൻക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് വേറെ തന്നെ വാങ്ങിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും മൊത്തത്തിൽ അവർ മാറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അവനിങ്ങനെ ഞാൻ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ട് അത് ഇതെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പേപ്പർ ഇളകി വന്നിട്ട് അതിനെ പറിച്ചെടുക്കാൻ വേണ്ടി നോക്കലാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഹസ്ബൻഡിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ മുഖമൊക്കെ പൊത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ആളെന്നോട് പറയും, നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ടൂടെ, ഈ വീഡിയോ ഇട്ടൂടെ, അങ്ങനത്തെ വീഡിയോ ഇട്ടൂടെ, ഇങ്ങനത്തെ വീഡിയോ ഇട്ടൂടെ, അങ്ങനെ പറയുന്നല്ലാണ്ട് ആളെൻ്റെ ഒപ്പം വീഡിയോയിൽ വന്ന് സംസാരിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യൂല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്ന് നിന്നാൽ അയാൾ എടുത്താൽ തന്നെ എന്തിനാ എടുത്ത് കട്ടാക്കിയിട്ട് ഇട്ടാൽ മതി എന്ന് പറയുന്ന ഒരാളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലോഡഡ് ഫ്രൈസ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളും നമ്മളെ പൈസക്ക് അത്യാവശ്യം മുതലാകുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ എന്തായാലും കണ്ണൂർ വന്ന സ്ഥിതിക്ക് ബീച്ചിൽ കയറാണ്ട് പോകുന്നത് മോശം കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിലും കൂടി വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി മൊത്തത്തിലൊന്ന് നടന്ന്. പിന്നെ നമ്മൾ കടൽ നല്ലോണം മുള്ളുവലിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് സുനാമിയും കാര്യങ്ങളും വരുന്നതെന്ന് അള്ളാഹ്ക്ക് മാത്രമേ വേറെ പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടുക. അപ്പോൾ മറ്റ് വെറൈറ്റീസ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.